കടം. ഈ ഒരു വാക്ക് കേൾക്കുമ്പോഴേ പലരുടെയും നെഞ്ചില് ഒരു തീയാണ് അല്ലേ? എന്നാൽ പേടിക്കണ്ട, ഏത് കടക്കെണിയിൽ നിന്നും പുറത്തുവരാൻ ഒരു വഴിയുണ്ട്. നിങ്ങളുടെ സാമ്പത്തിക ജീവിതം തിരിച്ചുപിടിക്കാനും മനസ്സമാധാനത്തോടെ ഉറങ്ങാനും സഹായിക്കുന്ന കുറച്ചു വഴികളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമുക്ക് തുടങ്ങാം. സമാധാനമായിട്ട് ഒന്നുറങ്ങണം. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നൊരു കാര്യമല്ലേ ഇത്? പക്ഷെ പലപ്പോഴും നമ്മുടെയെല്ലാം ഉറക്കം കെടുത്തുന്നത് എന്താണ്? ഒരുപക്ഷേ സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കും അല്ലേ? അപ്പോ നിങ്ങളുടെയും ഉറക്കം കെടുത്തുന്നത് ഈ കടം തന്നെയാണോ? എങ്കിൽ വിഷമിക്കണ്ട, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഇതിനൊരു പരിഹാരമുണ്ട്. കടക്കെണിയിൽ നിന്ന് പുറത്തു കടക്കാൻ സഹായിക്കുന്ന കൃത്യമായ 9 വഴികളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യത്തെ പടിയിലേക്ക് കടക്കാം. അപ്പോ കടത്തിൽ നിന്ന് പുറത്തു കടക്കാനുള്ള നമ്മുടെ ഈ മിഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ സ്റ്റെപ്പ് അത് ഒരു പ്ലാൻ ഉണ്ടാക്കുക എന്നതാണ്. കാരണം ഒരു പ്ലാനിങ്ങും ഇല്ലാതെ മുന്നോട്ടു പോയാൽ നമ്മൾ എങ്ങോട്ടാ പോകുന്നത് എന്നറിയാതെ വഴിതെറ്റിപ്പോകും. അതുകൊണ്ട് ഈ പ്ലാനാണ് നമ്മുടെ രക്ഷാദൗത്യത്തിന്റെ അടിത്തറ. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥയുടെ ഒരു എക്സ്റേ എടുക്കുക. അതാണ് ബജറ്റ്. ഓരോ മാസവും എവിടെ നിന്നൊക്കെ പണം വരുന്നു, എങ്ങോട്ടൊക്കെ അത് പോകുന്നു എന്ന് കൃത്യമായൊരു ബുക്കിൽ എഴുതിവെക്കണം. തുടങ്ങുമ്പോൾ കുറച്ചൊരു മെനക്കേടായി തോന്നാം, പക്ഷേ വിശ്വസിക്കണം, നിങ്ങളുടെ പണത്തിന്റെ കൺട്രോൾ തിരിച്ചുപിടിക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പാണിത്. അങ്ങനെ നമ്മൾ വരവും ചെലവും എഴുതി തുടങ്ങുമ്പോഴില്ലേ, അപ്പോഴാണ് ശരിക്കും നമ്മുടെ കണ്ണ് തുറക്കുന്നത്. എങ്ങോട്ടാണ് ഈ പണമൊക്കെ ഇങ്ങനെ ചോർന്നു പോകുന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഈ അനാവശ്യ ചെലവുകൾ എന്ന ഓട്ടകൾ അടയ്ക്കാൻ ഈ ബജറ്റ് നമ്മളെ സഹായിക്കും. രണ്ടാമത്തെ കാര്യം, എന്താണ് ആവശ്യം, എന്താണ് ആഡംബരം എന്ന് നമ്മൾ തന്നെ തിരിച്ചറിയണം. ഈ കാണുന്ന ത്രാസ് പോലെ നമ്മുടെ ജീവിതത്തിലും ഇതിനൊരു ബാലൻസ് വേണം. ഒരു വീട് വേണം, അത് ആവശ്യമാണ്. പക്ഷെ ഒരു ലക്ഷറി കാർ, അതൊരു ആഡംബരമായിരിക്കും അല്ലേ? അപ്പോ വലിയ ഓഫറൊക്കെ കാണുമ്പോൾ ചാടിക്കേറി വാങ്ങുന്നതിന് മുൻപ് ഒരു നിമിഷം ആലോചിക്കുക, ഇതെനിക്ക് ശരിക്കും ആവശ്യമുണ്ടോ? ഈയൊരു ശീലം മതി നമ്മുടെ പകുതി പ്രശ്നങ്ങളും തീരാൻ. ഏഴാമത്തെ പോയിന്റ്, അറിവ് ഒരു ആയുധം തന്നെയാണ്, പ്രത്യേകിച്ച് പണത്തിന്റെ കാര്യത്തിൽ. ലോണുകളെപ്പറ്റിയും പലിശ നിരക്കുകളെപ്പറ്റിയുമൊക്കെയുള്ള അറിവ് നമ്മളെ ചതിക്കുഴികളിൽ വീരാതെ സംരക്ഷിക്കും. മാത്രമല്ല, കുടുംബശ്രീ പോലെയുള്ള കൂട്ടായ്മകളോ സഹകരണ ബാങ്കുകളോ ഒക്കെ നമ്മളെ ശരിയായ വഴിക്ക് നയിക്കാനും ഒരു സപ്പോർട്ട് തരാനും ഉണ്ടാകും. നമ്മൾ ഒറ്റയ്ക്കിതിനെ നേരിടേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി നമുക്കിപ്പോൾ ഒരു ഐഡിയ കിട്ടി. ഇനി കടത്തെ നേരിട്ട് അറ്റാക്ക് ചെയ്യാനുള്ള ചില തന്ത്രപരമായ നീക്കങ്ങൾ നോക്കാം. എങ്ങനെ ബുദ്ധിപരമായി കടം വാങ്ങാം, എങ്ങനെ അത് വേഗത്തിൽ തിരിച്ചടയ്ക്കാം എന്നൊക്കെ. മൂന്നാമത്തെ തന്ത്രം ഇതാണ്: എല്ലാ കടവും മോശം കടമല്ല എന്ന് മനസ്സിലാക്കുക. ഇപ്പോ ഒരു വീട് വെക്കാനോ പഠിക്കാനോ അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാനോ ഒക്കെ നമ്മൾ കടമെടുക്കുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റാണ്. പക്ഷേ ലേറ്റസ്റ്റ് മോഡൽ ഫോൺ വാങ്ങാനോ അല്ലെങ്കിൽ അടിച്ചു പൊളിക്കാനോ കടം വാങ്ങുന്നത് നമ്മളെ കിടിയിൽ ചാടിക്കും. അതുകൊണ്ട് കടം വാങ്ങുന്നതിനു മുൻപ് സ്വയം ഒന്ന് ചോദിക്കുക, ഇത് എന്റെ ഭാവിയെ കുറച്ചുകൂടി നല്ലതാക്കുമോ? നാലാമത്തെ തന്ത്രം കടത്തെ എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കാനാണ്. ഇത് വളരെ സിമ്പിളാണ് കേട്ടോ. നിങ്ങളുടെ എല്ലാ കടങ്ങളും ഒരു പേപ്പറിൽ ലിസ്റ്റ് ചെയ്യുക. അതിൽ ഏറ്റവും കൂടുതൽ പലിശ ഏതിനാണ് എന്ന് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ തമാം ശക്തിയുമെടുത്ത് ആ കടത്തിന് ആദ്യം തീർക്കാൻ നോക്കുക. കാരണം ഉയർന്ന പലിശയുള്ള കടം ആദ്യം അടച്ചു തീർത്താൽ പലിശ ഇനത്തിൽ നമുക്ക് ഒരുപാട് പണം ലാഭിക്കാൻ പറ്റും. അഞ്ചാമത്തെ പോയിന്റ് ഒരു സേഫ്റ്റി നെറ്റ് ഉണ്ടാക്കുന്നതിനെ പറ്റിയാണ്. അതാണ് എമർജൻസി ഫണ്ട്. കാരണം പെട്ടെന്നൊരു അസുഖം വന്നാലോ ജോലി പോയാലോ നമ്മൾ വീണ്ടും കടം വാങ്ങേണ്ട അവസ്ഥ വരും. അതൊഴിവാക്കാനാണ് 3 മുതൽ 6 മാസം വരെയുള്ള നമ്മുടെ ചെലവിനുള്ള പൈസ ഒരു എമർജൻസി ഫണ്ടായിട്ട് മാറ്റിവെക്കുന്നത്. ഇത് ശരിക്കും നമ്മുടെ ഒരു ഇൻഷുറൻസ് പോളിസിയാണ്. അപ്പോ കടമടച്ചു തീർക്കാനുള്ള വഴികളൊക്കെ നമ്മൾ സംസാരിച്ചു. പക്ഷെ മുന്നോട്ടുള്ള യാത്രയില് വേറെയും ചില അപകടങ്ങളുണ്ട്. അതിലൊന്നും പോയി വീഴാതെ എങ്ങനെ സേഫായിട്ട് മുന്നോട്ടു പോകാം എന്ന് നോക്കാം. നമ്മുടെ ദീർഘകാല സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാം. ആറാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പാണ്. എളുപ്പത്തിൽ ലോൺ തരാമെന്ന് പറയുന്ന ചില ആപ്പുകളും ഏജന്റുമാരുമില്ലേ, അവരൊക്കെ ശരിക്കും ചെന്നായ്ക്കളാണ്, സൂക്ഷിക്കണം. ഉയർന്ന പലിശയും പിന്നെ ഭീഷണികളുമൊക്കെയായിട്ട് അവർ നമ്മളെ കൂടുതൽ വലിയ കെണിയിലാക്കും. അതുകൊണ്ട് എപ്പോഴും ഓർത്തുവെക്കുക, അംഗീകാരമുള്ള ബാങ്കുകളിൽ നിന്നോ സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നോ മാത്രം സഹായം തേടുക. എട്ടാമത്തെ കാര്യം, നമുക്ക് ചുറ്റുമുള്ള സഹായങ്ങൾ ഉപയോഗിക്കുക എന്നതാണ്. കൃഷിക്കോ അല്ലെങ്കിൽ ചെറിയ ബിസിനസ്സുകൾക്കൊക്കെയായിട്ട് സർക്കാർ ഒരുപാട് പദ്ധതികളും സബ്സിഡികളും ഒക്കെ തരുന്നുണ്ട്. ഇതിനെപ്പറ്റി അറിയാൻ നിങ്ങളുടെ അടുത്തുള്ള കൃഷിഭവനിലോ പഞ്ചായത്തിലോ ഒന്ന് ചോദിച്ചാൽ മതി. ഇത് നമ്മുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കാൻ കിട്ടുന്ന ഒരു സുവർണ അവസരമാണ്. അത് പാഴാക്കരുത്. ഒൻപതാമത്തേതും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ധൈര്യം വേണ്ടതുമായ ഒരു ഉപദേശമാണിത്.
ഒരു തിരിച്ചടവ് മുടങ്ങിപ്പോയാൽ ഒളിച്ചോടരുത്. അത് പ്രശ്നം കൂടുതൽ വഷളാക്കുകയുള്ളൂ. അതിനു പകരം ബാങ്കുമായിട്ട് നേരിട്ട് പോയി സംസാരിക്കുക, കുറച്ച് സമയം കൂടുതൽ ചോദിക്കുക. ഓർക്കുക, സംസാരിക്കുന്നത് ഒരു കുറച്ചിലല്ല, പ്രശ്നം പരിഹരിക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണിത്. അപ്പോ ഈ 9 സ്റ്റെപ്പുകള് ഇതൊക്കെ വെറും ഉപദേശങ്ങളായി കാണരുത്. ഇത് കടമെന്ന കിണിയിൽ നിന്ന് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു റോഡ് മാപ്പാണ്. ഇനി നമുക്ക് കടത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് തന്നെ ഒന്ന് മാറ്റിമറിക്കാം. അപ്പോ ഈ ചർച്ചയുടെ എല്ലാം കാതലെന്താണെന്ന് വെച്ചാല്, കടം സ്വയമായിട്ട് നല്ലതോ ചീത്തയോ അല്ല. ഈ കാണുന്ന ത്രാസ് പോലെയാണത്. അതിന്റെ സ്വഭാവം തീരുമാനിക്കുന്നത് നമ്മൾ അതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ്. അച്ചടക്കത്തോട് ഉപയോഗിച്ചാൽ അതൊരു ശക്തമായ ഉപകരണം. കൺട്രോള് വിട്ടുപോയാലോ അതൊരു വലിയ കെണിയായി മാറും. അപ്പോ അവസാനം ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ കടമൊരു ഉപകരണമാണോ അതോ ഒരു കെണിയാണോ? അതിന്റെ ഉത്തരം നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. ശരിയായ തീരുമാനങ്ങളെടുത്ത് കൃത്യമായി പ്ലാൻ ചെയ്താൽ ആർക്കും ഈ കടക്കിണിയിൽ നിന്ന് പുറത്തുവന്ന് സമാധാനമുള്ള ഒരു ജീവിതം നയിക്കാൻ സാധിക്കും.